ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 3 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആര്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ഉത്തരം മനു ഭാക്കർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡലാണ് മനു ഭാക്കർ നേടിയത്. ഹരിയാന സ്വദേശിയാണ് മനു ഭാക്കർ. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും മനു ഭാക്കർ സ്വന്തമാക്കി. 2024 ജൂലൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏതു ജില്ലയിലാണ്? 2024 ജൂലൈയിൽ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏതു ജില്ലയിലാണ്? ഉത്തരം വയനാട്. അടുത്തിടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അസമിലെ നിർമ്മിതി ഏത്? അടുത്തിടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട അസമിലെ നിർമ്മിതി ഉത്തരം മൈതം ശവകുടീരങ്ങൾ. അസമിലെ അഹോം രാജവംശത്തിന്റെ ശവകുടീരങ്ങളാണ് മൈതം ശവകുടീരങ്ങൾ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്ന്? സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് ഉത്തരം 2025 മാർച്ച് 30. 2024 ജൂലൈയിൽ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര്? 2024 ജൂലൈയിൽ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര്? ഉത്തരം ഗേമി ചുഴലിക്കാറ്റ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പുതിയ പേരുകൾ? ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ് എന്നും അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപ് എന്നുമാണ്. ഗണതന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം റിപ്പബ്ലിക് എന്നാണ്. അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു രാജ്യത്താണ്? ഉത്തരം ലാവോസ്. ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം? 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ? ഉത്തരം ശ്രീലങ്ക. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക കിരീടം നേടിയത്. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായ രാജ്യവും ശ്രീലങ്കയാണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏത്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി? ഉത്തരം ആഗസ്റ്റ് 23. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ ടീം ഏത്? 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ ടീം? മനു ഭാക്കർ സരബ്ജോത് സിംഗ് ടീമാണ് വെങ്കലം നേടിയത്. വാസിർ എക്സ് ഏതു രാജ്യത്തെ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്? വാസിർ എക്സ് ഏതു രാജ്യത്തെ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത്? ഉത്തരം കേരള സംഗീത നാടക അക്കാദമി. 2006 പാസാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി. 2006 പാസാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച ഹൈക്കോടതി? ഉത്തരം കേരള ഹൈക്കോടതി. ഈ ഉത്തരവ് വിട്ടത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ഉത്തരം ആദിത്യ L1. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം? ഉത്തരം സാഞ്ചി.
മധ്യപ്രദേശിലെ സാഞ്ചി. ഏതു കാലാവസ്ഥയിലും മണാലി, ലേ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി നിർമ്മിക്കുന്ന ടണൽ. ഏതു കാലാവസ്ഥയിലും മണാലി, ലേ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതായി നിർമ്മിക്കുന്ന ടണൽ. ഉത്തരം ഷിൻകു ല ടണൽ. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം. ഉത്തരം ജൂലൈ 28. 2024 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം ജനങ്ങളെയും ഭൂമിയെയും ബന്ധിപ്പിക്കുക, വന്യജീവി സംരക്ഷണത്തിൽ കൂടുതൽ ഡിജിറ്റൽ സാധ്യതകൾ കണ്ടെത്തുക എന്നതാണ് 2024 ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഉത്തരം കൊച്ചി. സംസ്ഥാന സ്കൂൾ കായികമേള കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് ഇനി മുതൽ അറിയപ്പെടുക. കേരള സ്കൂൾ ഒളിമ്പിക്സ്. 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? ഉത്തരം മഹാത്മാഗാന്ധി. ജപ്പാനിലെ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിലാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച കൃതി തെരഞ്ഞെടുത്ത കവിതകൾ. ഈ കൃതിയുടെ രചയിതാവ് കൽപ്പറ്റ നാരായണൻ. നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന നോവൽ. ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച കൃതി ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഈ കൃതിയുടെ രചയിതാവ് എൻ രാജൻ. ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച കൃതി പെൺകുട്ടിയും കൂട്ടരും. ഈ കൃതിയുടെ രചയിതാവ് ഗ്രേസി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 വിശിഷ്ട അംഗത്വം നേടിയവർ. ഉത്തരം MR രാഘവ വാര്യർ, CL ജോസ്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? അടുത്തിടെ GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ഉത്തരം ജമ്മു കാശ്മീർ. 2024 ജൂലൈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം. ഉത്തരം അഭിനവ് ബിന്ദ്ര. 2028 ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര ഇന്ത്യക്കായി സ്വർണം നേടിയിട്ടുണ്ട്. 2024 ജൂലൈയിൽ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ മലയാളി ആര്? ഉത്തരം കെ കൈലാഷ് നാഥ്. അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഹാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം സൗദി അറേബ്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രൊജക്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം മുംബൈ. മുംബൈയിലെ താനയ്ക്കും ബോറിവാലിക്കും ഇടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നഗര തുരങ്ക പ്രൊജക്ട് നിലവിൽ വരുന്നത്. സ്ഥാപിതമായതിൻ്റെ 100ാമത് വാർഷികം 2024 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടന ഏത്? ഉത്തരം ഫിഡെ. 1924 ജൂലൈ 20 ഫ്രാൻസിലെ പാരീസിലാണ് ഫിഡെ സ്ഥാപിതമായത്. 2024 ജൂലൈയിൽ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചതാർക്ക്? 2024 ജൂലൈയിൽ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത്. ഉത്തരം സുധാമൂർത്തി. ഗ്രാമീണ വികസനം, സാഹിത്യം, സാമൂഹിക പ്രവർത്തനം എന്നീ മേഖലയിലെ മികച്ച സേവനം പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായി തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഉർസുല വോൺ ഡർ ലിയർ. 2024 ജൂലൈയിൽ അഗ്നിവീറുകൾക്ക് പോലീസ്, ജയിൽ, കോസ്റ്റ് ഗാർഡ് നിയമങ്ങളിൽ
സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം 84 വർഷത്തിനിടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിനം ഏത്? ഉത്തരം 2024 ജൂലൈ 22. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ഏത്? ഉത്തരം ഗ്രോത്ത് ഇന്ത്യ. ഈ ടെലസ്കോപ്പ് ഭൂമിക്കരികിലേക്ക് വരുന്ന ഒരു ചിഹ്നഗ്രഹത്തെ അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. ലഡാക്കിലെ ഹാൻലെയിലെ ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിലാണ് ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത്? ഉത്തരം നരേഷ് ബേഡി, രാജേഷ് ബേഡി. ബേഡി ബ്രദേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. 2024 ജൂലൈയിൽ തീപിടുത്തമുണ്ടായ ഇന്ത്യൻ നാവികസേന കപ്പൽ? ഉത്തരം INS ബ്രഹ്മപുത്ര. 10ാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്ന പുലിക്കയം ഏതു ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് പുലിക്കയം. 2020 ഗാന്ധി മണ്ടേല പുരസ്കാരത്തിന് അർഹയായത് ആര്? 2024 ഗാന്ധി മണ്ടേല പുരസ്കാരത്തിന് അർഹയായത്? ഉത്തരം റിഗോബർട്ട മെഞ്ചുദും. സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവും ഗോട്ടിമാലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് റിഗോബർട്ട മെഞ്ചുദും. അടുത്തിടെ ചൊവ്വയിൽ സൾഫർ സാന്നിധ്യം കണ്ടെത്തിയ നാസയുടെ റോവർ? ഉത്തരം ക്യൂരിയോസിറ്റി. 2024 ജൂലൈയിൽ വിമാനാപകടം നടന്ന ഇന്ത്യയുടെ അയൽരാജ്യം ഏത്? ഉത്തരം നേപ്പാൾ. 100ലേറെ വർഷങ്ങൾക്കു ശേഷം പൊതുജനങ്ങൾക്ക് നീന്താനായി തുറന്നുകൊടുത്ത ഫ്രഞ്ച് നദി? ഉത്തരം സെൻ നദി. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം 2024 ലഭിച്ചതാർക്ക്? കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം 2024 ലഭിച്ചത്? ഉത്തരം MT വാസുദേവൻ നായർ. കേരളത്തിൽ തുടർച്ചയായി മന്ത്രിപദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയ മന്ത്രി ആര്? കേരളത്തിൽ തുടർച്ചയായി മന്ത്രിപദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയ മന്ത്രി? ഉത്തരം AK ശശീന്ദ്രൻ. ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യം? ഉത്തരം കാസിനി. ഓണക്കാലത്ത് ഏറെ ആവശ്യക്കാരുള്ള ജമന്തി, മുല്ലപ്പൂ, ചെണ്ടുമല്ലി, വാടാമുല്ല എന്നിവ സംസ്ഥാനത്ത് കുറഞ്ഞത് 1000 ഏക്കറിലെങ്കിലും കൃഷി ചെയ്യുന്നതിനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര്? ഉത്തരം നിറപ്പൊലിമ 2024. 2024 ജൂലൈയിൽ ഓക്സിജൻ ശ്വസിക്കുന്ന റോക്കറ്റ് പരീക്ഷണം നടത്തിയ രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി? കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി? ഉത്തരം NPS വാത്സല്യ പദ്ധതി. NPS വാത്സല്യ പദ്ധതി. കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള പദ്ധതി? കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായുള്ള പദ്ധതിയുടെ പേര്? ഉത്തരം പൂർവോദയ പദ്ധതി. ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ? ഉത്തരം വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വദേശി ദർശൻ. അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയ സമുദ്രം? ഉത്തരം പസഫിക് സമുദ്രം. ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2024 വേദി?
ഉത്തരം ന്യൂഡൽഹി. 2024 ജൂലൈയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ രാജ്യം ഏത്? 2024 ജൂലൈയിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയ രാജ്യം. ഉത്തരം ഫ്രാൻസ്. പാരീസിലെ ഗ്രവിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയം പുറത്തിറക്കിയത്. കൃഷി വകുപ്പിന്റെ കർഷക അവാർഡുകളിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡുകൾ. ഉത്തരം സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, MS സ്വാമിനാഥൻ അവാർഡ് എന്നിവയാണ് കൃഷി വകുപ്പിന്റെ കർഷക അവാർഡുകളിൽ പുതുതായി ഉൾപ്പെടുത്തിയ അവാർഡുകൾ. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച രാജ്യം. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ഒമാൻ. ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് നിലവിൽ വരുന്നത്. ഉത്തരം ദുബായ്. 2024 ജൂലൈയിൽ നിപ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? ഉത്തരം മലപ്പുറം. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം. ഉത്തരം ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോർ. ചരിത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഒരേയൊരു ഒളിമ്പ്യൻ ആര്? ഉത്തരം ഫിലിപ്പ് നോയൽ ബേക്കർ. 2020 ഒളിമ്പിക്സിൽ 1500 മീറ്റർ വെള്ളി മെഡൽ ജേതാവായ ഫിലിപ്പ് നോയൽ ബേക്കറിന് 1959 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്.